Hi friends, this is EduLife, your path to success. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ടാണ്. ഒരു ചെറിയ ട്രിക്കിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാം. ഇപ്പം നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു ട്രിക്കിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. കുറച്ച് പേർക്കൊക്കെ ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ ചിലർക്ക് ഗ്രാമർ ഒരു ബാലികേറാമല ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സിമ്പിൾ ട്രിക്കിലൂടെ ഈ ടോപ്പിക്ക് പഠിക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Parts of speech is the name given to a word based on the job that it does in a sentence. ഒരു വേർഡ് ഒരു സെന്റൻസിൽ ചെയ്യുന്ന ജോലിക്ക് നൽകുന്ന പേര്, അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. A word can be a noun, verb, an adjective, etc. depending on the job that it does in a sentence. പാർട്സ് ഓഫ് സ്പീച്ചിനെ ഫാമിലി ഓഫ് ഗ്രാമർ എന്നും പറയും. ഒരു ഫാമിലി ആകുമ്പോൾ അതിൽ അച്ഛന്, അമ്മ, മക്കൾ, സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഫാമിലി ഓഫ് ഗ്രാമറിൽ 8 മെമ്പേഴ്സ് ഉണ്ട്. സോ there are 8 പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി നമ്മൾക്ക് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. ഫസ്റ്റ്, noun. He is the father. ഇവിടെ അച്ഛനാരാണപ്പം? നൗണ്. നമ്മുടെ വീട്ടിലൊരു വാവ ഉണ്ടാവുമ്പോൾ ആരാണ് ആ വാവയ്ക്ക് പേരിടുന്നത്? നമ്മുടെ അച്ഛനാവും. സോ നൗൺ ഈസ് ദ നെയിമിംഗ് വേർഡ്. ഇറ്റ് ഈസ് ദ വേർഡ് യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ആനിമൽ, ഫീലിംഗ് ആൻഡ് ഐഡിയ. ലൈക്ക് അരുൺ, ദിവ്യ, ഡൽഹി, ക്യാറ്റ്, പെൻസിൽ, എക്സെട്ര. സോ നൗൺ ഈസ് ദ നെയിമിംഗ് വേർഡ്. ഇനി നമ്മൾക്ക് അടുത്ത മെമ്പറിനെ നോക്കാം. verb. verb is the mother. സാധാരണ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുക ആരാവും? നമ്മുടെ അമ്മയായിരിക്കും. സോ verb is the doing word. It is a word used to express an action or state. Example like write, read, draw, cook, etc. So noun or father is a naming word and verb the mother is the doing word. ഇവർക്ക് 3 കുട്ടികളുണ്ട്. ഒരാൺകുട്ടിയും 2 പെൺകുട്ടികളും. നമ്മൾക്ക് അവരെയും പരിചയപ്പെടാം. മകൻ്റെ പേരാണ് പ്രൊനൗൺ. ഹീ ഈസ് ദ എൽഡസ്റ്റ് വൺ. അതുകൊണ്ട് തന്നെ അച്ഛൻ വീട്ടിലില്ലാത്തപ്പോൾ അച്ഛൻ്റെ റോള് ചെയ്യുക ആരാണ്? പ്രൊനൗൺ. അതേപോലെ ഒരേ ആവശ്യത്തിനായി അച്ഛൻ വീണ്ടും വീണ്ടും പോകാറില്ല. അവിടെയൊക്കെ ആരെയാണ് വിടുക? പ്രൊനൗണിനെ ആയിരിക്കും വിടുന്നത്. സോ പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ടു റീപ്ലേസ് ദ നൗൺ. Like Ram went to the park. Ram brought an ice cream. Ram sat on the bench. Instead of repeating Ram, we will be using he. Like Ram went to the park and he brought an ice cream and he sat on the bench. അടുത്തതായിട്ട് മൂത്ത മകളായ ആഡ്ജക്റ്റീവ്. സാധാരണ എല്ലാ വീടുകളിലെയും മൂത്ത മകളെ പോലെ നമ്മുടെ ആഡ്ജക്റ്റീവും എപ്പോഴും അച്ഛനെയും ചേട്ടനെയും ക്വാളിഫൈ ചെയ്ത് സംസാരിക്കും. So, adjective qualifies a noun or pronoun. Thus, adjective is a word used to add something to the meaning of a noun. Like, John is ill. The shoes look expensive. He is poor. So, an adjective qualifies or modifies a noun or a pronoun. ഇനി ഫാമിലിയിലെ അടുത്ത മെമ്പർ ആഡ്വർബ്, ഇളയ മകൾ. ഇവൾ എപ്പോഴും അമ്മയെയും ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയും പിന്നെ സ്വന്തമായും മോഡിഫൈ ചെയ്ത് സംസാരിക്കും. സോ ആഡ്വർബ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ആഡ് സംതിങ് ടു ദ മീനിങ് ഓഫ് എ വെർബ്, ആൻ ആഡ്ജക്റ്റീവ് ഓർ അനദർ ആഡ്വർബ്. എക്സാമ്പിൾ ലൈക്ക് മീന സാങ് വെൽ. ഹിയർ വെൽ മോഡിഫൈസ് സാങ്. ഹർ വോയിസ് വാസ് സ്വീറ്റ്ലി മെലോഡിയസ്. ഹിയർ സ്വീറ്റ്ലി മോഡിഫൈസ് ദ ആഡ്ജക്റ്റീവ് മെലോഡിയസ്. So, adverb is a word used to add something to the meaning of a verb, an adjective or another adverb. ഇനി നമുക്ക് ഫാമിലിയിലെ അടുത്ത ആളെ പരിചയപ്പെടാം. പ്രിപ്പോസിഷൻ. ഇദ്ദേഹമാണ് നമ്മുടെ ഫാമിലിയിലെ അങ്കിൾ. പ്രിപ്പോസിഷൻ എന്താണ്? റിലേറ്റിംഗ് വേർഡ്. ഇറ്റ് ടെൽസ് ദി റിലേഷൻ ബിറ്റ്വീൻ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അങ്കിളിനോട് ചോദിക്കുകയാണ്, അങ്കിൾ വേർ ഇസ് എ ന്യൂസ് പേപ്പർ. അപ്പോൾ അങ്കിൾ പറഞ്ഞു തരും, ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ.
അതുപോലെ if you are asking him where can I put the basket, he'll be replying like you can keep it under the table. So, preposition is a word used with a noun or a pronoun to show how the person or thing denoted by the noun or pronoun stands in relation to someone else. Through, under, on, above, below, at, in ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻ്റെ എക്സാമ്പിൾസ്. ഇനി അടുത്ത മെമ്പർ കൺജങ്ഷൻ. ഇത് നമ്മുടെ വീട്ടിലെ വല്യച്ഛനാണ്. ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നം പരിഹരിച്ച് എല്ലാവരെയും കണക്ട് ചെയ്യുന്നതാണ് വല്യച്ഛൻ്റെ മെയിൻ പണി. അതായത് ഫാമിലി ഓഫ് ഗ്രാമറിലെ കണക്റ്റിംഗ് വേർഡാണ് വല്യച്ഛൻ, അതായത് കൺജങ്ഷൻ. സോ കൺജങ്ഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ടു ജോയിൻ വേർഡ്സ് ഓർ സെന്റൻസസ്. എക്സാമ്പിൾ കവിത ആൻഡ് മീന. 2 and 2 makes 4, etc. Therefore, conjunction is the connecting word. ഇനി അടുത്ത ആൾ. ഈ ആള് ഫാമിലിക്ക് ഉള്ളിലുള്ള ആളല്ല, എന്നാൽ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വള്ളിപ്പുള്ളി തെറ്റാതെ അറിയുന്ന ഒരാൾ. അതാരായിരിക്കും? സാധാരണ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെക്കാട്ടി കൂടുതൽ അറിയുന്നത് നമ്മുടെ അയൽക്കാർക്കായിരിക്കും. സോ ഹിയർ നെയ്ബർ. ദ നെയ്ബർ ഈസ് ഇന്റർജെക്ഷൻ. നമ്മുടെ വീട്ടിൽ എന്തുണ്ടായാലും അപ്പം പ്രത്യക്ഷപ്പെടും. പിന്നെ എല്ലാത്തിനും എക്സ്പ്രഷൻ എഴുതാനാണ് ഇവരുടെ മെയിൻ പണി. സോ interjection is a word which expresses some sudden feelings like hooray, wow, ouch, etc. So this is the family of grammar or the parts of speech. നമ്മൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ചിൽ 8 മെമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് noun, that is father and he is the naming word. Second, verb, that is our mother and she is the doing word. Third, their son, pronoun, who replaces the noun, that is the father if it is necessary. Then the fourth one, the elder daughter, adjective, who qualifies both father and brother, that is the noun and the pronoun. And the younger daughter, adverb, who modifies a verb, that is the mother, an adjective, her elder sister, and herself, that is adverb. Then the sixth member, our uncle, that is the preposition, the one who tells us the relation between words. And the seventh member, our father's elder brother, conjunction, who connects everyone. And the final member, that is the eighth one, interjection, our neighbor, who expresses the sudden feelings. So, I hope you all understood the topic parts of speech. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. EduLife, your path to success. Thank you.